ചീഫ് ജസ്റ്റിസ് BR ഗവായ് വാക്കുകൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും ചുമതലയേറ്റ ആദ്യ ആഴ്ച പിന്നിട്ടപ്പോഴേക്കും സുപ്രീം കോടതിയുടെ ഉറച്ച ശബ്ദമായി അദ്ദേഹം മാറിയിരിക്കുന്നു. ഇപ്പോഴുള്ളവർക്കും വരാനിരിക്കുന്നവർക്കും കൃത്യമായ ചട്ടക്കൂട് കെട്ടിക്കൊണ്ടാണ് ഗവായിയുടെ നീക്കം. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ഖേല ത്രിവേദിയുടെ യാത്രയയപ്പ് ചടങ്ങിൽ നിന്നും വിട്ടുനിന്ന ഒരു കൂട്ടം അഭിഭാഷകരെ നിർത്തിപ്പൊരിച്ചതിന് ശേഷം ജുഡീഷ്യൽ നിയമനത്തിന് 3 വർഷത്തെ പ്രാക്ടീസ് വേണമെന്ന കർശന നടപടി എടുക്കുകയാണ്. അഭിഭാഷകർ പലരും എടുക്കുന്ന നിലപാടുകളും അവരുടെ രീതികളും മതിയായ നിയമപരിജ്ഞാനമില്ലാത്തതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സിവിൽ ജഡ്ജി നിയമനത്തിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 3 വർഷത്തെ നിയമ പ്രാക്ടീസ് ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. കോടതികളിലെ നീതി നിർവഹണ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തുവാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കി. 2002 മികച്ച ആളുകളെ സർവീസിൽ ലഭ്യമാക്കാൻ വേണ്ടി 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന നിബന്ധന ഒഴിവാക്കിയത്. 2002 ഇളവ് പ്രഖ്യാപിച്ച ശേഷം നിയമബിരുദധാരികളുടെ ജുഡീഷ്യൽ സർവീസിലേക്കുള്ള നിയമനം ഇതുവരെ വിജയകരമായി നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസുമാരായ MG മാസി, KV വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിക്കുന്നത്. ഹൈക്കോടതികളിൽ ജഡ്ജിമാരായി നിയമിക്കപ്പെടുന്ന പുതിയതായി ബിരുദം നേടിയിറങ്ങുന്നവർക്ക് കോടതി നിയമ നടപടികളെക്കുറിച്ച് അറിയില്ല എന്നും ബെഞ്ച് നിരീക്ഷിച്ചു. അഭിഭാഷക ജോലിയിലെ അനുഭവം മാനുഷിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിൽ സംവേദനക്ഷമത കൂട്ടുമെന്നും പറയുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെയും ഹൈക്കോടതികളുടെയും അഭിപ്രായം തേടിയ ശേഷമാണ് ഉത്തരവ്. പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ നിയമവ്യവഹാരത്തിന്റെ സങ്കീർണതകൾ മനസ്സിലാകൂ എന്നും അഭിപ്രായപ്പെട്ട കോടതി 3 മാസത്തിനുള്ളിൽ നിയമന പ്രക്രിയകൾ ഭേദഗതി ചെയ്യണമെന്നും സംസ്ഥാനങ്ങളെയും ഹൈക്കോടതികളെയും അറിയിച്ചു. ചൊവ്വാഴ്ച വിധി വരാനിരിക്കവേ ചില സംസ്ഥാനങ്ങളിലെ നിയമന പ്രക്രിയ കോടതി തടഞ്ഞിരുന്നു. ജഡ്ജി നിയമന പ്രക്രിയകൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് പഴയ രീതിയിൽ നിയമനം തുടരാം. അവർക്ക് കൊടുത്ത നിയമനത്തിലാകും റൂളുകൾ ബാധകമാകുക. പ്രൊവിഷ്യൽ രജിസ്ട്രേഷൻ ലഭിക്കുന്നതിന് മുതലുള്ള ദിവസം എക്സ്പീരിയൻസിൽ കണക്ക് കൂട്ടും. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ വഴിയാണ് രജിസ്ട്രേഷൻ നൽകുന്നത്. ജുഡീഷ്യൽ സർവീസിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 10 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള അഭിഭാഷകനിൽ നിന്നുമുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം സമർപ്പിക്കാൻ. പ്രിൻസിപ്പൽ ജുഡീഷ്യൽ ഓഫീസറാണ് സർട്ടിഫിക്കറ്റിന് അംഗീകാരം നൽകുക. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർ ജഡ്ജി അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് വേണം സമർപ്പിക്കാൻ. 1993 ഓൾ ഇന്ത്യ ജഡ്ജസ് അസോസിയേഷൻ കേസിലാണ് സുപ്രീം കോടതി ജുഡീഷ്യൽ നിയമനത്തിന് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് ഉത്തരവിട്ടത്. 1996 രൂപീകരിച്ച ഷെട്ടി കമ്മീഷനാണ് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചതും. നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ ജഡ്ജിയുടെ പേരിൽ ചീത്തപ്പേര് കിട്ടിയ നിയമവ്യവസ്ഥയ്ക്ക് മൂക്കുകയറിടാൻ തന്നെ ഗവായ് തീരുമാനിച്ചു കഴിഞ്ഞു. വഖഫിൽ നിർണായക തീരുമാനമെടുക്കുമ്പോൾ ഒരു ശരം പോലും തങ്ങൾക്കെതിരെ വരരുത് എന്ന് സുപ്രീം കോടതിക്ക് നിർബന്ധമുണ്ട്. ഈ അടുത്തായിരുന്നു ഗവായിയുടെ മറ്റൊരു പരാമർശം ഏറെ ശ്രദ്ധ നേടിയത്. എല്ലാ അഭയാർത്ഥികളെയും സ്വീകരിക്കാൻ ഇന്ത്യ സത്രമല്ല എന്നത്. അങ്ങനെ നിർണായക ഇടപെടലുകളും തീരുമാനങ്ങളും കൊണ്ട് സുപ്രീം കോടതി സജീവമാവുകയാണ്.